ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് പ്രോബ്ലംസ് ഓഫ് മൊഡ്യൂൾ 4 ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പോർഷനിൽ വരുന്നതാണ്. അപ്പം അതിൽ 4 മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് ഈസ് ARR മെത്തേഡ്. ഓക്കെ, ഷഹദ ഇക്വേഷൻ കാണുന്നില്ലേ? ഒന്ന് പറയൂ. ARR ഈക്വൽ ടു ഹലോ ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ ഓക്കെ. അപ്പൊ അത് തിയറി നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ARRന്റെ ഇക്വേഷൻ ഒന്ന് അറിയണം. ഓക്കെ, അപ്പൊ പ്രോബ്ലംസ് മാത്രമാണ് ഇപ്പൊ ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം പഠിക്കുമ്പോൾ ARR മോഡലിനെ ബേസ് ചെയ്തിട്ട് യു ഹാവ് ടു ചൂസ് വെദർ യു ഹാവ് ടു ഗോ വിത്ത് മോഡൽ എ ഓർ മോഡൽ ബി. അതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് വാല്യൂ കൂടുതൽ വരുന്നത് അതായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ എങ്ങനെയാ ചെയ്യണ്ടേ? ഇങ്ങനെ രണ്ട് മോഡൽ തരുമ്പോൾ മോഡൽ എ തന്നിട്ടുണ്ട്, മോഡൽ ബി തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ ആവറേജ് ഇൻകം ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. സോ ഇതൊക്കെ ഇൻകം ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ടു ഓൾട്ടർനേറ്റീവ് മോഡൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സേഷൻ. സോ ഈച്ച് ഇയർ ഇത് ഇൻകം ആണ്. വിത്ത് റെസ്പെക്ട് മോഡൽ എ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഇൻകം ആണ് ഇത്. വല്ല മെഷീനൊക്കെ ആയിരിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 8,000, സെക്കൻഡ് ഇയറിൽ 2,000, 24,000 അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഇൻകം എങ്ങനെ കണ്ടുപിടിക്കും? മോഡൽ എ ആണെങ്കിൽ എല്ലാം കൂടി പ്ലസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ആവറേജ് ഇൻകം കിട്ടില്ലേ? ഓക്കെ, ഇനി അടുത്തത് ആവറേജ് ഇൻകം ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മോഡൽ എയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 80,000 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 80,000 ബൈ 5 ചെയ്യരുത് കേട്ടോ. ഓക്കെ, 80,000 ബൈ 5 അല്ല, കാരണം ഇക്വേഷനിൽ ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ബൈ 2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ മോഡൽ ഇവിടെ പറയുന്നുണ്ട് മോഡൽ എയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 8,000 ആണെങ്കിൽ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് 80,000 ബൈ 2 ആണ്. അതുപോലെ അപ്പം അങ്ങനെ. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ദിസ് ഇതാണ് ARR ഓഫ് മോഡൽ എ എന്ന് പറയുമ്പോൾ ആവറേജ് ഇൻകം എങ്ങനെ കിട്ടും? ഇത് എല്ലാം കൂടി ആഡ് ചെയ്യുക, ബൈ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് 28,800 കിട്ടിയിട്ടുണ്ട്. അത് ഡിവൈഡഡ് ബൈ മോഡൽ എയുടെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 80,000 ബൈ 2 ആണ്. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 72% കിട്ടും. അതുപോലെ മോഡൽ ബിയുടെ കിട്ടാനായിട്ട് ARR റേഷ്യോ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഹാവ് ടു ടേക്ക് ദ ആവറേജ് ഓഫ് ദിസ് കോളം അല്ലേ? ഇതിൻ്റെ ഈ ഒരു എല്ലാത്തിൻ്റെയും കൂടിയിട്ട് ബൈ 5 ബൈ ഇയർ 5 ചെയ്യുക. ആ വാല്യൂ ഇത് വന്നിട്ടുണ്ട്, 27,200 വന്നിട്ടുണ്ട്. അതേ ബൈ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് മോഡൽ ബി 70,000 ആണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ 70,000 ബൈ 2 ചെയ്തിട്ട് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ദിസ് വാല്യൂ ബൈ ദിസ് വാല്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് 77 കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൽ സിൻസ് 77 ഈസ് ഗ്രേറ്റർ ദാൻ 72 വി ആർ ഗോയിങ് വിത്ത് മോഡൽ ബി. മോഡൽ ബി സുപ്പീരിയർ എന്നുള്ളൊരു ഉത്തരമാണ് അവിടെ എഴുതി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് ARR മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അപ്പോൾ എനിക്ക് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് വേഗം വരാം കേട്ടോ. ഇത് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് 2 മെഷീൻസ് ഉണ്ട്, 90,000 ആണ്. എസ്റ്റിമേറ്റഡ് ലൈഫ് ഈസ് 4 years എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ARR ഇതിൽ പക്ഷേ ഇത് തന്നിട്ടില്ലല്ലോ, ഇൻവെസ്റ്റ്മെന്റ് നല്ല തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് അങ്ങനെയും ചെയ്യാം അല്ലേ? 90,000 ബൈ 2 അങ്ങനെയും അല്ല, ഓഫ് 2 മോഡൽസ്. നമുക്കിത് പേ ബാക്ക് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കി നോക്കൂ ഇത് എങ്ങനെയാണ് ചെയ്യുക? മോഡൽ എ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇതിനെ ടേബിൾ ആക്കണം. മോഡൽ എ അതിനെന്ത് ക്യുമുലേറ്റീവ് ആക്കണം. ഓക്കെ, മോഡൽ എ 20,000 ഇത് അതുപോലെ എഴുതുക. മോഡൽ എ എന്ന് എഴുതിയിട്ട് താഴെ ഇൻകംസ് തന്നിട്ടുള്ളത് അതുപോലെ എഴുതുക. ദെൻ യു ഹാവ് ടു പ്രിപ്പയർ ക്യുമുലേറ്റീവ് ഇൻകം. ക്യുമുലേറ്റീവ് ഇൻകം എങ്ങനെ ചെയ്യണേ? ഇത് ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ ഇവിടെ 20,000 വരും അല്ലേ? ഇവിടെ നമുക്ക് 20,000 പ്ലസ് 30,000 50,000 വരും. ഇനി 50,000 കൂടെ ഈ 50,000 ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ നിങ്ങളുടെ വാല്യൂ ഇത് വരുന്നത്. അതിൻ്റെ കൂടെ 50,000 ആഡ് ചെയ്യുമ്പോൾ 1,50,000 കിട്ടും കേട്ടോ. സോ ദാറ്റ് ഈസ് എ ക്യുമുലേറ്റീവ് ഇൻകം. ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യണം. ഇനി മോഡൽ ബിയുടെ അതുപോലെ എഴുതുന്നു. ഇനി അടുത്ത കോളത്തിൽ ക്യുമുലേറ്റീവ് ഇൻകം അല്ലേ?
അപ്പോൾ ഇത് ക്യുമുലേറ്റീവ് ആകുമ്പോൾ 30,000 കൂടെ 40,000 കൂടുമ്പോൾ 70,000, 70,000 പ്ലസ് 50,000 1,20,000, ഇതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഇത് പേ ബാക്ക് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പേ ബാക്ക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, ഇതിൻ്റെ രണ്ട് മെഷീൻ്റെയും ക്യാപിറ്റൽ കോസ്റ്റ് 90,000 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 90,000 എന്നുള്ളൊരു സംഖ്യ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ആ സംഖ്യനേക്കാളും നമ്മുടെ ഈ ക്യുമുലേറ്റീവ് ഇൻകത്തിൽ എപ്പോഴാണ് ഈ 90,000 ക്രോസ് ആയി പോയത് അതൊന്ന് സർക്കിൾ ചെയ്ത് വെക്കാം. 90,000-നേക്കാളും കൂടുതൽ ഇവിടെ വന്നപ്പോഴല്ലേ കൂടിയത്. അപ്പോൾ പക്ഷെ 90,000 എന്നല്ല കാണുന്നത്, 1 lakh എന്നായിട്ടാണ് കാണുന്നത്. അപ്പോൾ 2 വർഷം പ്ലസ് സംതിങ് വന്നിട്ടുണ്ട് അല്ലേ. 2 വർഷം കഴിഞ്ഞ് 90,000 വിലയുള്ള ഒരു സാധനം വാങ്ങിച്ചപ്പോൾ അത് വെച്ചിട്ടുള്ള ആദായം ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ കൂടി കൂടി അവസാനം 1 lakh-ലെത്തി. അത് വെച്ചിട്ടുള്ള റവന്യൂ ജനറേഷൻ 1 lakh-ലെത്തി. അപ്പോൾ എന്താണ്, നമുക്ക് എത്ര ഇയേഴ്സ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 2 വർഷം എടുത്തു. 2 പ്ലസ് എന്താ ചെയ്യുക, 2 പ്ലസ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ 90,000 മൈനസ് ഈ 50,000 ഡിവൈഡഡ് ബൈ ദിസ് ഫിഗർ, ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പേ ബാക്ക് പീരീഡ്. വിത്ത് റെസ്പെക്ട് ടു മോഡൽ എ നമ്മളിവിടെ പറയുന്നത് പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു എന്താണ്, ഇതിൻ്റെ മുകളിലുള്ള 2 റോസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഈ 2 റോ, അപ്പോൾ 2 പ്ലസ് എന്ത് ചെയ്തു 90,000 മൈനസ് 50,000, ഇതേ മൈനസ് ഇത് ചെയ്യുക ഡിവൈഡഡ് ബൈ ഇതാണ് കേട്ടോ ക്യാഷ് ഫ്ലോ, ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, 2.8 years കിട്ടി. ഇനി മോഡൽ ബിയുടെ ചെയ്യുമ്പോൾ ഇവിടെ അല്ല 90,000 ക്രോസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ജോബിൻ കാണുന്നുണ്ടോ, ജോബിൻ കയറിയുണ്ടോ, അശ്വിൻ സ്ക്രീൻ കാണുന്നില്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ജോബിൻ, അശ്വിൻ, ഷഹദ കാണുന്നുണ്ടല്ലോ അല്ലേ, കേൾക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ പറയുന്നേ? മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറയൂ. ഇല്ലേ? ശരി ശരി, ഓക്കെ. അപ്പൊ നമുക്ക് എവിടെ ഇതില് ഈ മെത്തേഡിലാകുമ്പോൾ ഇതിവിടെ ക്രോസ് ചെയ്തില്ലേ, ഈ 90,000 ക്രോസ് ചെയ്തു. അപ്പൊ 90,000 ക്രോസ് ചെയ്തത് അതിന്റെ മുകളിൽ 2 റോസ് ആണ്. അപ്പൊ എന്ത് വേണം, 2 പേ ബാക്ക് പീരീഡ് ഫോർ മോഡൽ ബി ഈക്വൽ ടു 2 പ്ലസ് 2 കഴിഞ്ഞിട്ട് അല്ലെ 2 വർഷം. ശരി ശരി, ഓക്കെ കേട്ടാ. അപ്പൊ 2 പ്ലസ്, ഓക്കെ 2 പ്ലസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഈ 90,000 മൈനസ് 70,000, ഈ 90,000 മൈനസ് എന്താ പറഞ്ഞേ, കണ്ടതല്ലേ? ഓക്കെ, അപ്പൊ 90,000 മൈനസ് 70,000 ഡിവൈഡഡ് ബൈ എന്താണ്, എവിടെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇവിടെ ഇത് മോഡൽ ബിയുടെ എന്ന് പറയുമ്പോൾ 2 ഇതാണ് കേട്ടോ. ഇ പ്ലസ് ഇ എന്നൊന്നും എഴുതണമെന്നൊന്നും ഇല്ല, ഇതിന്റെ മുകളിൽ 2 എണ്ണമാണ്. അപ്പൊ 2 പ്ലസ് എന്ത് എഴുതണം, 90,000 മൈനസ് അത് ഈ സംഖ്യയുടെ മുകളിലുള്ളത് 70,000. അപ്പൊ 90,000 മൈനസ് 70,000 ഡിവൈഡഡ് ബൈ ഇനി ഇതിന്റെ ഇടത് ഭാഗത്തുള്ളത് ഏത് 1,20,000 അല്ലേ ക്രോസ് ചെയ്തിരിക്കുന്ന സംഖ്യ, അതിന്റെ അപ്പുറത്തുള്ള 50,000 കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ 2 ഇത് കിട്ടിയില്ലേ, 2 വാല്യൂ കിട്ടി. മോഡൽ എ നമ്മൾ യൂസ് പറയുകയാണെങ്കിൽ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിന് 2.8 വർഷം കൊണ്ടാണ് ഇത് റിക്കവർ ആവുക 90,000-ന്റെ രീതിയിൽ. ഓക്കെ, ഇനി മോഡൽ ബി ആണ് നിങ്ങൾ വാങ്ങിക്കാൻ പോണെങ്കിലോ, മെഷീൻ ബി ആണ് മേടിക്കാൻ പോണെങ്കിൽ നമ്മുടെ മുതൽ മുടക്കായിട്ടുള്ള 90,000 2.4 വർഷം കൊണ്ട് വീടും. അപ്പൊ ഏതായിരിക്കും നല്ലത്, പെട്ടെന്നാവുന്നതല്ലേ നല്ലത്, അപ്പൊ മോഡൽ ബി അല്ലേ നല്ലത്. അപ്പൊ അങ്ങനെയാണ് ഈ കണക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അതന്നെ ഇങ്ങനത്തെ ടേബിൾ ആയിട്ട് തരികയാണെങ്കിൽ ഇത് പേ ബാക്ക് പീരീഡ് ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ചെയ്തൂടെ, ഇത് വേണ്ട പ്രൊജക്ട് എ എന്ന് എഴുതാം. അപ്പൊ അതിന്റെ 50,000 എഴുതി. ഇനി ഈ പട്ടിക നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ക്യുമുലേറ്റീവ് ഇൻകം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സെക്കൻഡ് കോളം. ക്യുമുലേറ്റീവ് ഇൻകം എന്ന് പറയുമ്പോൾ എന്തായി 5,000 ആദ്യത്തെ റോയിൽ അതുപോലെ എഴുതുക. ഇവിടെ 10,000 എങ്ങനെ വന്നു, 5,000 പ്ലസ് 5,000 10,000. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഈ 3 എണ്ണം കൂടി ആഡ് ചെയ്തത് 15,000. ഇങ്ങനെ കൂട്ടി ഇങ്ങനെ താഴ്ത്തിക്ക് എഴുതുക കേട്ടോ. ഇനി പ്രോജക്ട് ബി ആകുമ്പോൾ ഇതാ തന്നിരിക്കുന്ന അതുപോലെ എഴുതുക, 3,500 4,000 അതുപോലെ എഴുതി. ഇത് നിങ്ങൾ എഴുതണം ക്യുമുലേറ്റീവ് ഇൻകം. ആദ്യത്തെ 3,500 തന്നെ, രണ്ടാമത്തെ ആകുമ്പോൾ ഇതും കൂട്ടിയിട്ട് ഇവിടെ എഴുതുക 3,500 പ്ലസ് 4,000 7,500.
ഇതെങ്ങനെ കിട്ടി? ഇത് 3 കൂടി കൂട്ടിയതാണ് ഇവിടെ, ഇത് 4 കൂടി കൂട്ടിയതാണ് ഇവിടെ, അങ്ങനെ അങ്ങനെ എഴുതി പോവുക. അതുപോലെ ഇതും സി എഴുതുക, ഡി എഴുതുക, അങ്ങനെ അങ്ങനെ എഴുതി പോവുക കേട്ടോ. ഇനി ഇവിടുത്തെ ചോദ്യം, ഏത് പ്രൊജക്റ്റ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ താല്പര്യം ബേസ്ഡ് ഓൺ ദി പേ ബാക്ക് പീരീഡ്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ ആയിട്ടുള്ള 15,000 രൂപയാണ് ആ ഒരു ഇനീഷ്യൽ ഇത് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ 15,000 ഒന്ന് മനസ്സിൽ വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ ക്യുമുലേറ്റീവ് ഇൻകത്തിന് പോയിട്ട് 15,000 ഈക്വലോ അതിലോ അപ്പുറോ ആയിട്ടുള്ളത് എപ്പോഴാണ് നോക്കുക. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നോക്കുമ്പോൾ ഇതാ ഇവിടെ കണ്ടോ, അതായത് മൂന്നാമത്തെ റോയിൽ എത്തിയപ്പോൾ 15,000 ക്രോസ് ആയി, ക്രോസ് അല്ലെങ്കിൽ ജസ്റ്റ് മീറ്റ് ചെയ്യുക, ആ ക്രോസും ചെയ്യാം ഇവിടെ. ഇനി ഈ കോളത്തിൽ നോക്കുമ്പോഴോ ഇവിടെ എത്തിയപ്പോൾ ആയിട്ടില്ല, 12,000 ആയിട്ടുള്ളൂ, ഇവിടെ എത്തിയപ്പോൾ 18,000 ആയി. അപ്പോൾ അതിനെ ഒന്ന് ബോൾഡ് ചെയ്ത് മീൻസ് സർക്കിൾ ചെയ്ത് വെക്കുക. ഈ ഫിഗർ എത്തിയപ്പോഴാണ് 15,000 ക്രോസ് ചെയ്ത് പോയത്. ഇനി ഈ കോളത്തിൽ നോക്കുമ്പോൾ അത് കാണുന്നേ ഇല്ല. അപ്പോൾ ഒരുപാട് വർഷം എടുത്താൽ അത് 15,000 ആവുള്ളൂ. അപ്പോൾ ഇത് അത്ര നല്ലതല്ല അല്ലേ. ഇനി ഡി നോക്കുമ്പോൾ എന്താണ്, ആദ്യം 8,000, പിന്നെ 40,000, പിന്നെ 15,000, 20,000 എന്നുള്ള രീതിയിൽ ക്രോസ് ആയത് ഇതിലാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞൂടെ ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഇവാലുവേറ്റ് റാങ്ക് ദം, ഇതിൽ ഏറ്റവും നല്ലത് ഏതായിരിക്കും? ഏറ്റവും ഇതിലെന്ന് പറയുന്നത് ഇതിൽ റാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതെന്തായാലും ഏറ്റവും ലീസ്റ്റ് നമ്മൾ ഇതിനാണ് താല്പര്യപ്പെടുക. പ്രൊജക്ട് സി എന്ന് പറയുന്നത് ലീസ്റ്റ് ഫേവറബിൾ ആണ് അല്ലേ. അതിൽ എത്ര ഇത് കാണുന്നേ ഇല്ല, ക്രോസ് ചെയ്തിട്ടേ ഇല്ല, 15,000 ക്രോസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഇനി പ്രൊജക്ട് എയുടെ കേസിൽ എന്താ നമ്മൾ പറയുക, പ്രൊജക്ട് എയിൽ 15,000 ഇതിൽ ഒരേ ഇത് ഈ കോളം എല്ലാം ഒരുപോലെയല്ല വന്നിരിക്കണേ. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചോ, ഇവിടെ എത്തിയപ്പോൾ 5,000, ഇത് എത്തിയപ്പോൾ 5,000, മൂന്നാമത്തെ വർഷമായപ്പോൾ 15,000 ആയില്ലേ. സോ അവിടുത്തെ നമ്മൾ ഇങ്ങനെയാണ് ഇക്വേഷൻ. ഇത് ഒരേ ഇതാണെങ്കിൽ സെയിം വാല്യൂസ് ആണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 15,000 ബൈ എന്ത് ചെയ്താൽ മതി, 5,000 അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 1, 2, മൂന്നാമത്തെ വർഷമായപ്പോൾ എന്തായി, പേ ബാക്ക് പീരീഡ് അറ്റൈൻ ചെയ്തില്ലേ, ക്രോസ് ചെയ്തില്ലേ, മീൻസ് മീറ്റ് ചെയ്തില്ലേ. അപ്പോൾ 3 ആണ് അവിടുത്തെ ഫസ്റ്റത്തെ 3. രണ്ടാമത്തെ എങ്ങനെ എഴുതാ, 3 പ്ലസ് സംതിങ് വരില്ലേ, അതാണ് ഇവിടെ വരിക കേട്ടോ. 3 പ്ലസ് സംതിങ്, മൂന്നാമത്തെ വർഷം എന്ന് പറയാൻ പറ്റില്ല, മൂന്നാമത്തെ വർഷം 12,000 ആയിട്ടുള്ളൂ. അപ്പൊ 3 പ്ലസ് സംതിങ് വരും. എന്താണ് സംതിങ്? സംതിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 പ്ലസ്, ഇതിന്റെ മുകളിൽ 3 എണ്ണാണ് കാണുന്നത്. അപ്പൊ 3 പ്ലസ് എഴുതണം. ഇനി ഇത് ചെയ്യണം, ഇവിടുത്തെ സംഖ്യ നോക്കാം, 15,000 3 പ്ലസ് 15,000 മൈനസ് 12,000 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ 6,000. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് 3 റോ ആണ് അതിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ അതാണ് ഇവിടുത്തെ 3 എഴുതിയിട്ടുള്ളത്. 3 പ്ലസ് വാട്ട് ഈസ് ദിസ്, ഇതെങ്ങനെ വന്നു, നമ്മുടെ ക്യാപിറ്റൽ 15,000. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ സംഖ്യ 12,000, 15,000 മൈനസ് 12,000 ചെയ്യുക. അങ്ങനെയാണ് ഈ 3,000 കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, ഇവിടുത്തെ 6,000. മനസ്സിലായോ? അപ്പോൾ ദാറ്റ് ഈസ് 3.5 ഇയേഴ്സ് എന്ന് വന്നു. അപ്പോൾ ആദ്യത്തെ 3 വർഷം കൊണ്ട് വീടി, രണ്ടാമത്തെ ആകുമ്പോൾ നമ്മുടെ 3.5 ഇയേഴ്സ് എടുത്തിട്ടാണ് റിക്കവർ ആവുന്നത്. ഇനി പ്രൊജക്ട് സി എന്ന് പറയുമ്പോൾ അവിടെ കാണുന്നേ ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ എവിടെയും നമുക്കിത് അതിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെക്കുക, അത് അക്സെപ്റ്റഡ് അല്ല. 5 വർഷം കൊണ്ടും അത് നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മുടെ മുതൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രൊജക്ട് സി ഈസ് നോട്ട് ഗുഡ് എന്നുള്ള രീതിയിൽ എഴുതി വെക്കാം. പ്രൊജക്ട് ഡിയോ, പ്രൊജക്ട് ഡി എന്താ നമുക്ക് പറയാൻ പറ്റുക, അത് ഇതേപോലെ ചെയ്തൂടെ. ഇത് ഇവിടെ നോക്കുമ്പോൾ ഈ 15,000 എന്നുള്ള സംഖ്യ മനസ്സിൽ വെച്ചു. ഇനി എവിടെയാണ് അതിനേക്കാളും ഈക്വലോ കൂടുതലോ ആയത്, മൂന്നാമത്തെ റോയിലെത്തിയപ്പോൾ അതിനെ സർക്കിൾ ചെയ്ത് വെച്ചു. അപ്പം അതിൻ്റെ മുകളിൽ 2 റോസ് ഉണ്ട്. അപ്പം 2 പ്ലസ് ആണ് വരിക. 2 പ്ലസ് എന്ത് വരും, 2 പ്ലസ് എന്ത് വരും, ഈ സംഖ്യ മൈനസ് ഈ സംഖ്യ 20,000 മുകളിലത്തെ. അപ്പം 15,000 മൈനസ് 14,000 ഡിവൈഡഡ് ബൈ എന്ത് വരും, ഇതിൻ്റെ ലെഫ്റ്റിലുള്ള ഇത് ഈ 6,000. മനസ്സിലായോ? അപ്പം അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം 2.66. അപ്പം ഇതിൽ ഏതാണ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റ് ഉണ്ടാവുക? ഇത് കണ്ടോ, പ്രൊജക്ട് ഡി അല്ലേ ഏറ്റവും നമ്മൾ പെട്ടെന്ന് റിക്കവർ ആവുന്നത്, പ്രൊജക്ട് ഡി എടുത്താലല്ലേ. അപ്പോൾ പ്രൊജക്ട് ഡി ആണ് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. പിന്നെ അടുത്ത ഏറ്റവും ഷോർട്ട് പേ ബാക്ക് പീരീഡ് വന്നിരിക്കുന്ന പ്രൊജക്ട് എക്കാണ്. പിന്നെ പ്രൊജക്ട് ബി ഒക്കെയാണ്. ദെൻ ലീസ്റ്റ് ഈസ് മറ്റേത് ഏത്, ഇത് ഒട്ടും താല്പര്യമില്ല, 4ാമത്തെ റാങ്ക് അതിന് കൊടുക്കണുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ പ്രോബ്ലം പഠിക്കുക കേട്ടോ. പേ ബാക്ക് പീരീഡിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഇനി ഇത് ജസ്റ്റ് ഇതേപോലെ തന്നെ ഒന്ന് നോക്കി വിട്ടോളൂ. അപ്പോൾ ഇതിൽ കണ്ട പ്രൊജക്റ്റ് ആകുമ്പോൾ ഇവിടെ എത്തിയപ്പോഴല്ലേ ഇത് ആയത്, ഇവിടെ മീൻസ് ഇവിടെ 50,000 ആണ് അതിൻ്റെ ഇത് കേട്ടോ. ഇനീഷ്യൽ ഔട്ടിലെ 50,000. അപ്പം നമ്മളിത് ആദ്യം തന്ന അതുപോലെ കോളം അതുപോലെ എഴുതുന്നു. ക്യുമുലേറ്റീവ് ഇൻകം ആണ് കേട്ടോ. ഇവിടെ എഴുതുമ്പോൾ നിങ്ങൾ ഇൻകം എന്ന് എഴുതണം.
അതായത് ഈ പ്രൊജക്ട് എന്ന് വരുന്ന വരുമാനം അതാണ് ഉദ്ദേശിക്കണേ. അപ്പൊ ഫസ്റ്റ് കോളം ഇവിടെ പ്രൊജക്ട് എ എന്ന് എഴുതിയിട്ട് എല്ലാത്തിനെയും മുകളിൽ ഇൻകം എന്നാക്കി വെക്കണേ, ഇൻകം. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് നമ്മൾ ചെയ്യണ സാധനം, ക്യുമുലേറ്റീവ് ഇൻകം. അപ്പൊ ആദ്യം 20,000, 20,000 പ്ലസ് 15,000 35,000 ആയി. ഇനി ഈ 3 സംഖ്യ കൂടി ആഡ് ചെയ്യുമ്പോൾ 45,000 ആയി. അങ്ങനെ വന്നിട്ട് ഇത് നിൽക്കുക. ഓക്കെ, നൗ യു ഹാവ് ടു സി എ ഫിഗർ വിച്ച് ക്രോസസ് ദി 50,000 ഇൻ യുവർ ക്യുമുലേറ്റീവ് ഇൻകം കോളം. സോ എന്താണ്, 50,000 ക്രോസ് ചെയ്ത് പോയത് എവിടെയാണ്, അവിടെ സർക്കിൾ ചെയ്ത് വെച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ മുകളിൽ 3 അപ്പൊ 3 പ്ലസ് സംതിങ് വരും എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആയി. അപ്പൊ ജസ്റ്റ് ഇവരെന്താ വെച്ചാൽ ഇതിലത് ചെയ്തിട്ടില്ല, നിങ്ങൾ അത് ചെയ്ത് നോക്കണം. 3 പ്ലസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്യുക. പേ ബാക്ക് പീരീഡ് ഓഫ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരണം, 50,000 മൈനസ് എന്ത് വരും, 45,000 ഡിവൈഡഡ് ബൈ 10,000 വരില്ലേ. അപ്പൊ ആ രീതിയിൽ അത് കണ്ടുപിടിക്കണം കേട്ടോ. ഇതിൽ അങ്ങനെ എഴുതിയിട്ടില്ല. അടുത്തതിൽ ചെയ്തൂടെ, 2 പ്ലസ് എന്ന് പറഞ്ഞിട്ട് ചെയ്തൂടെ. എന്ത് ചെയ്യും, 2 പ്ലസ് 50,000 മൈനസ് 25,000 ഡിവൈഡഡ് ബൈ ഈ സംഖ്യ അല്ലേ ഇത്. അതുപോലെ ഇതിൽ ചെയ്തൂടെ. ഓക്കെ, അപ്പൊ അതില് ആൻസർ ഇങ്ങനെ കിട്ടണം കേട്ടോ. അപ്പൊ അതിലിത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് ടേബിൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. ഇത് കണ്ടോ, ഇത് ഇവിടെ വന്നിരിക്കില്ല. അപ്പൊ ഇതിന്റെ മുകളിൽ 2 ഇയേഴ്സേ ഉള്ളൂ. സോ ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പേ ബാക്ക് പീരീഡ് പ്രകാരം ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പ്രൊജക്ട് ബി അല്ലേ. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ദി ആൻസർ, പ്രൊജക്ട് ബി എന്ന് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ജസ്റ്റ് നോക്കിക്കേ. ഇപ്പൊ ഇതിങ്ങനെ തന്നിട്ടുണ്ട്, ഇതിൽ ഇങ്ങനെയാണ്, ഇതേ സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതണോ, ഇൻകം പ്രൊജക്ട് എയുടെ എഴുതണോ, ക്യുമുലേറ്റീവ് ഇൻകം നിങ്ങൾ എഴുതി പോവാ. ക്ലിയർ അല്ലേ? അതുപോലെ അപ്പൊ ക്യുമുലേറ്റീവ് ഇൻകം കണ്ടുപിടിക്കുക. 5,000 10,000 15,000. ഇവിടുത്തെ ഇത് എത്രയാണ്, ഇവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പ്രൊജക്ട് എക്ക് 15,000 ആണ് എന്ന് പറയുന്നുണ്ട് ക്യാപിറ്റൽ കോസ്റ്റ്, ഇനി അഷ്യൽ കോസ്റ്റ്. അപ്പൊ അത് 15,000 ഈക്വലോ അതിനേക്കാളും കൂടുതലോ ആവുന്ന സമയത്ത് അതിനെ സർക്കിൾ ചെയ്യുക. ഇവിടെ കറക്റ്റ് 15,000. അപ്പൊ എന്താ നമ്മുടെ വാല്യൂ വരിക, 3 അല്ലേ, 3 ആണ് വരുന്നുണ്ടാവുക കേട്ടോ. കറക്റ്റ് 3 ക്ലോസ് ആയില്ലേ, 3 15,000 ആയി. അപ്പൊ 3 ഇയേഴ്സ് ആണ് വരിക. ഇനി ഇവിടെ എത്ര വരും, ഇവിടെ നോക്കൂ, ഇവിടെ ഇങ്ങനെ കണക്കൂട്ടി വരുമ്പോ 4,000 ഇങ്ങനെ ഇട്ട് പോവുക. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോ 4 4 8 പിന്നെ അത് 3 12,000 അങ്ങനെ എത്തുമ്പോൾ ഇവിടെ എത്തിയപ്പോഴായുള്ളൂ. അപ്പൊ അതിന് എന്ത് വരും, 3 എന്താ പറയാ, ഇവിടെ 3, ഇവിടെ എത്തുമ്പോൾ 4 ആണ് വരുന്നത്. 4 ഇയേഴ്സ് കറക്റ്റ് ക്ലോസ് ആവുന്നുണ്ട്, 15,000 വരുന്നുണ്ട്. സോ ബട്ട് ഇവിടെ 4 ഇയേഴ്സ് എടുക്കുന്നുണ്ട്, ഇവിടെ 3 ഇയേഴ്സ് അല്ലേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് ആ രീതിയിൽ ഇതാണ് പ്രൊജക്ട് എ ആണ് നല്ലത്, സുപ്പീരിയർ എന്നുള്ള രീതിയിൽ എഴുതി വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഈ പേ ബാക്ക് പീരീഡിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ARR മെത്തേഡ് നോക്കി, നമ്മൾ പേ ബാക്ക് മെത്തേഡ് നോക്കി. ഇനി അടുത്ത് NPV എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ NPV മെത്തേഡിൽ ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. NPV = C1/1 + K എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻ പഠിക്കണം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ഇത് ക്യാഷ് ഫ്ലോസ് എന്നാണ് പറയുന്നത്. C1 C2 C3 ഒക്കെ ക്യാഷ് ഫ്ലോസ് എന്നാണ് പറയുന്നത്. K എന്ന് പറയുന്ന ഒരു റേറ്റ് ആണ് കേട്ടോ, ഡിസ്കൗണ്ട് റേറ്റ് എന്നാണ് പറയുന്നത്. ദെൻ C0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പൊ ഞാനതൊന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ നോക്കി നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് നെറ്റ് പ്രസന്റ് വാല്യൂ, NPV. ഇതാണ് ഈ മെത്തേഡിന്റെ പേര്, നെറ്റ് പ്രസന്റ് വാല്യൂ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് NPV പ്രകാരം ചെയ്യാനാണ് പറയുന്നത്, കമ്പ്യൂട്ട് NPV. അപ്പൊ NPVയുടെ ഇക്വേഷൻ C1 ഇത് മൈനസ് ഇതാണ്. ഓക്കെ, നൗ ഇവിടെ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോസ്. എ കമ്പനി ഈസ് കൺസിഡറിങ് എ പ്രൊജക്ട് വിച്ച് വുഡ് വാസ് 30,000 and generate ക്യാഷ് ഫ്ലോസ് ആഫ്റ്റർ ടാക്സസ് ഓഫ് 10,000 ഫോർ 5 ഇയേഴ്സ്. 5 വർഷവും ഇതിന്റെ ക്യാഷ് ഫ്ലോ, ഫസ്റ്റ് വർഷം 10,000, സെക്കൻഡ് വർഷം 10,000, അങ്ങനെ 5 വർഷം ക്യാഷ് ഫ്ലോ 10,000 ആണ്. സോ ഈ C1 C2 എന്നൊക്കെ പറയുന്നതാണ് ഈ ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ഇനി ഇതിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% എന്ന് പറഞ്ഞാൽ K ആണ് എത്ര, 10%. 10/100. സോ ഇറ്റ് ഈസ് 0.1 വരും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് വിച്ച് കോസ്റ്റ് കമ്പനീസ് കൺസിഡർ വിച്ച് വുഡ് കോസ്റ്റ് 30,000 എന്ന് പറയുന്നുണ്ട്. അതാണ് ഇനീഷ്യൽ കോസ്റ്റ് C0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ 5 വർഷം ആകുമ്പോൾ എത്ര ഇട്ടാൽ മതി, C1 C2 C3 C4 C5. ഇനി ഇതിൽ കോൺസ്റ്റന്റ് ആണ്, ഇതൊക്കെ ഒരേതാണ്. അപ്പൊ 1 പ്ലസ് ഈ ഇവിടെ സ്ഥാനത്ത് 10% ആയതുകൊണ്ട് 0.1. ഇക്വേഷനിൽ റേസ് ടു 1 ആണ് കേട്ടോ. ഫസ്റ്റ് ഇയർ ആകുമ്പോൾ ഇവിടെ 1 കൊടുക്കുക, സെക്കൻഡ് ഇയർ ആകുമ്പോൾ 2 കൊടുക്കുക, തേർഡ് ഇയർ അങ്ങനെ കൊടുക്കണം. മൈനസ് 30,000 കൊടുക്കുക. മനസ്സിലായോ? ഇവിടെ ഇങ്ങനെ C1 C2 ഒക്കെ സെയിം ആണ്. അപ്പൊ അത് ഈ ക്വസ്റ്റ്യനിൽ സെയിം ആയി C1 C2 എല്ലാം. പക്ഷെ ഇവിടെ 1 2 3 ഇടാൻ മറക്കരുത് കേട്ടോ.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് മൈനസ് 30,000 ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7910 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഈ മൊത്തം സംഖ്യയിൽ നിന്ന് ഇത് മൈനസ് ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദിസ് വാല്യൂ NPV വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30,000. കണ്ടോ, NPV 30,000 അല്ലേ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇനീഷ്യൽ കോസ്റ്റ്. NPV വാല്യൂ ഗ്രേറ്റർ ദാൻ 30,000 ആണെങ്കിൽ എന്താണ് ആക്സെപ്റ്റഡ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ഇപ്പോൾ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ. ഇവിടെ ഇനീഷ്യൽ കോസ്റ്റ് 25,000 ആണ്. അപ്പോൾ അതേ C0ന്റെ സ്ഥാനത്ത് 25,000 വരും. ഇനി ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് എത്ര വരണേ? 90,000, ഇത് 9,000, 8,000, ഇങ്ങനെ അത് വ്യത്യാസമുണ്ട്. C1, C2, C3, C4 5 വർഷത്തിൽ തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ എഴുതി വെച്ചു. ഇനി റേറ്റ് എത്രയാണ്? 10% തന്നെ. അപ്പോൾ 0.1 ഇടുക. 10/100 0.1 അങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി മൈനസ് 25,000 തന്നെ ഇടുക കേട്ടോ. 25,000. അപ്പോൾ നമുക്ക് NPVയുടെ വാല്യൂ കിട്ടും. ഓക്കെ, NPV വാല്യൂ കിട്ടും. ഇതിൽ ഇങ്ങനെയാണ് പറയുന്നത്. NPV ഇതാണ് നോക്കണേ കേട്ടോ. 20 ഈ സംഖ്യയിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ സാധനം എന്ന് പറയുന്നത് 25,000-നേക്കാളും കൂടുതലല്ലേ, പോസിറ്റീവ് അല്ലേ നമുക്ക് വന്നേ. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂ എന്തിനേക്കാളും കൂടുതലായിരിക്കണം? 25,000-നേക്കാളും കൂടുതലായിട്ട് തന്നെയാണ് വന്നത്. അപ്പം അങ്ങനെയാണ് പറയണത്. പ്രൊജക്ട് പ്രസന്റ് വാല്യൂ, ഈ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദിസ് വൺ ആയിട്ട് വന്നു, അതുകൊണ്ട് ആക്സെപ്റ്റഡ് ആണ്. ഇവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 37,910. അത് റൗണ്ട് ചെയ്തതാണേ, മനസ്സിലായോ? ഇത് പോസിറ്റീവ് അല്ല, ഇത് പോസിറ്റീവ്, അതായത് 3790 ഗ്രേറ്റർ ദാൻ 30,000 ആണ്. അപ്പം അതുകൊണ്ട് ഇത് ആക്സെപ്റ്റഡ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു പ്രൊജക്റ്റ്, ഈ ഒരു പോളിസി ആക്സെപ്റ്റഡ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക കേട്ടോ. അടുത്തത് ഇതുപോലെ തന്നെ സംഭവം ഇതിൽ തന്നെയാണ്. ഇവിടെ എത്ര ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര? 50 മില്യൺ എന്നാണ് പറയണത്. അപ്പോൾ C0 ആണ് 50 മില്യൺ കണക്കാണേ. പിന്നെ പ്രൊജക്റ്റ് C1 എത്രയാ? 11, C2 19, C3 32, C4 37. അത് സബ്സ്റ്റിറ്റ്യൂട്ട് C1, C2, C3, C4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി K എന്ന് പറയുന്നത് എത്രയാ? 10%. അപ്പോൾ അത് അവിടെ തന്നെ 10 തന്നെ, 0.1 തന്നെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് C1ന്റെ തുച്ഛോടെ ആകുമ്പോൾ സ്ക്വയർ റേസ് ടു 1, ഇവിടെ ആകുമ്പോൾ 1+K² കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. -50 തന്നെ എഴുതിയാൽ മതി. മില്യണിലാണല്ലോ, അപ്പോൾ ആ വാല്യൂ മാത്രം 50 എവിടെ നിന്ന് വന്നു? 50 മില്യൺ എന്ന് പറയുന്നില്ലേ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒറിജിനൽ, അതാണ് C0 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? പോസിറ്റീവ് വാല്യൂ കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് എയുടെ കണ്ടുപിടിച്ചു, അതുപോലെ പ്രൊജക്റ്റ് ബിയുടെ കണ്ടുപിടിച്ചു. ഇതിൽ ഏതിനാണോ NPV കൂടുതൽ? പ്രൊജക്റ്റ് എക്കാണ് NPV വാല്യൂ കൂടുതൽ വന്നത്. 25 വന്നു, ഇവിടെ 23 വന്നുള്ളൂ. അതുകൊണ്ട് എന്താ അവർ പറയണത്? ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് പ്രൊജക്ട് എ മതി, ഫേവറബിൾ ഗുഡ് ആയിട്ടുള്ളത് പ്രൊജക്ട് എ ആണെന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ അത്ര പോരെ. ഇനി ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇതിലും ഇതുപോലെ ക്യാഷ് ഫ്ലോസ് ആണ്. ഇത് കണ്ടോ, ഈ സംഖ്യകളൊക്കെ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നതാണ് C1, C2, C3, C4 വരുന്നത്. പിന്നെ ഇതെന്താണ്? ഇവിടെ ഡിസ്കൗണ്ട് റേറ്റ് കണ്ട 8% എന്നൊക്കെ പറയുന്നുണ്ട്. 2 മോഡലുകളാണ് പറയുന്നത്. അല്ല, 2 മോഡലല്ല. ഇതിൽ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഇതിൽ 8% അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് NPV? 20% ആണെങ്കിൽ എത്രയാണ് NPV എന്നാണ് ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ കോൺസ്റ്റന്റ് ആ. C1, C2, C3, C4 തന്നിട്ടുണ്ട്. C0 എത്രയാണ്? ഇത് കണ്ട, ഈ വലിയ സംഖ്യ ആയിരിക്കും എപ്പോഴും. C0 468. അപ്പൊ ഇക്വേഷൻ പഠിക്കുക. NPV എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ട് എഴുതി വെക്കണം. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ 1+8 എന്ന് പറയുമ്പോൾ 8/100 വരും. 0.08 വരും കേട്ടോ. ഇവിടെ സ്ക്വയർ വരും, ഇവിടെ ക്യൂബ് വരും, 4 വരും ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് വാല്യൂ വന്നു. ഇനി ഈ 20% ആകുമ്പോൾ എന്താണ്? ഡിസ്കൗണ്ട് റേറ്റ് ഓർ റേറ്റ് ഓഫ് റിട്ടേൺ എന്നായിരിക്കാം. അപ്പോൾ ആ വാല്യൂ ഇങ്ങനെ വന്നപ്പോൾ ഇത് വന്നു. ഇവിടെ മൈനസ് ആണ് വന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഉള്ളതിനെയാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ റിജക്ട് ചെയ്യണം അല്ലേ. നമ്മളെപ്പോഴും ആക്സെപ്റ്റബിൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇത് എന്നല്ലേ പറഞ്ഞത്. ഇതൊരു നെഗറ്റീവ് വന്നുകൊണ്ട് ഇത് നമ്മൾ എടുക്കരുത്, 20% എടുക്കരുത്. ക്ലിയർ അല്ലേ? ഇത് പിന്നെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം, ക്ലാസ്സിൽ പറയാം. ഇനിയുണ്ട് ഇതാണ് കൂടുതൽ യൂണിവേഴ്സിറ്റിക്കൊക്കെ എന്തായാലും ഇത് എഴുതി പഠിക്കേണ്ട പ്രോബ്ലം, നമ്മുടെ NPVയുടെ പ്രോബ്ലം കേട്ടോ. നമുക്ക് പിന്നെ പറയാം. ഇനി ഒരു IRR മെത്തേഡും ഈ ഒരു സംഭവം കൂടി നമ്മുടെ പോർഷൻസ് തീരും. ഓക്കെ അല്ലേ?
സാനിയ ഇത് ഇവർ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഹലോ, ആരെങ്കിലും? ഷഹദ പോയാ? അശ്വിൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. പറഞ്ഞൊക്കെ കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളുടെ അടുത്തത് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നാളത്തേക്ക് പഠിക്കണം. ഇത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് മൊഡ്യൂൾ 1-ലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, സപ്ലൈ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ, നാളത്തെ എക്സാമിന് പഠിച്ചോ. ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആവുന്ന പോയിന്റ് അല്ലേ? അപ്പോൾ ഡിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, എസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഡി ഈക്വൽ ടു എസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി, പ്രൈസ് കിട്ടും. ഓക്കെ, അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അറ്റ് ഇക്വിലിബ്രിയം ഡിമാൻഡ് മീറ്റ്സ് സപ്ലൈ കേട്ടോ. അപ്പോൾ എന്താണ്? ഇക്വിലിബ്രിയത്തിൽ 2 ഈക്വൽ ആവുക എന്ന് പറയുമ്പോൾ 50 മൈനസ് 2p ഈക്വൽ ടു ഈ 2 പ്ലസ് 3p ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പി കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇക്വിലിബ്രിയം പ്രൈസ് എത്ര, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്ര. അപ്പൊ ഇക്വിലിബ്രിയം പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത് എന്തായിരുന്നു? ഇക്വിലിബ്രിയം പ്രൈസ് ആണ് പി എന്ന് പറഞ്ഞ് കിട്ടിയത്. ഇനി ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടി. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ സപ്ലൈ ആണ് കേട്ടോ. എസ് ഈക്വൽ ടു ആ പ്രൈസ് ഇട്ട് കൊടുത്തത്, പ്രൈസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വിലിബ്രിയത്തിലെ പ്രൈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 38 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദി എക്സസ് ഡിമാൻഡ് വെൻ പ്രൈസ് ഇസ് ഈക്വൽ ടു 3. പ്രൈസ് 3 ആകുമ്പോൾ എന്ത് കണ്ടുപിടിക്കണം? ഡിമാൻഡും സപ്ലൈ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ജസ്റ്റ് പ്രൈസിന്റെ ഇവിടെ P3 കൊടുക്കുമ്പോൾ ഡിമാൻഡ് എത്ര, സപ്ലൈ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ നാളത്തേക്ക് പഠിച്ചോട്ടാ. ശരി ശരി. അപ്പോ ഇത് ഇക്വേറ്റ് ചെയ്യുക, പി കണ്ടുപിടിക്കുക. അതിന്റെ ശേഷം ഡിമാൻഡിന്റെ ഇവിടെ ചോദിച്ചത് കൊണ്ട്, ക്വാണ്ടിറ്റി എത്രയാന്ന് ചോദിച്ചത് കൊണ്ട് ഡിമാൻഡിന്റെ ഇത് നമ്മള് അതില് സപ്ലൈ ഡിമാൻഡ് ഒക്കെ കണ്ടുപിടിക്കുക. അതിന്റെ ശേഷം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിമാൻഡും സപ്ലൈ, കാരണം ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രൈസ് ഈക്വൽ ടു 3 ആകുമ്പോൾ. ഓക്കെ, എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇവർ ഇതാണ് പറയുന്നത് കേട്ടോ. 3 44 മൈനസ് 29 ചെയ്യുമ്പോൾ നമുക്ക് എക്സസ് ഡിമാൻഡ് കിട്ടും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാം കേട്ടോ. പിന്നെ പഠിക്കേണ്ടത് നമ്മുടെ ഇത് മൊഡ്യൂൾ എന്താ പറയുക, ഇതില് ഇതൊന്ന് നോക്കിയോ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ. ഇപ്പൊ നാളത്തെ പേ ബാക്ക് പീരീഡിന്റെ പ്രോബ്ലം ഇട്ട് കഴിഞ്ഞാൽ ചെയ്തുകൂടെ നിങ്ങൾക്ക്? അപ്പൊ ഒരു പേ ബാക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. പേ ബാക്ക് പീരീഡ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിന്ന് ഇപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് ലോ ഓഫ് ഡിമാൻഡ് അതൊന്ന് പഠിച്ചോ. ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ ലോ ഓഫ് ഡിമാൻഡും കണ്ട, ഈ ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുക കേട്ടോ. അസംഷൻസും എല്ലാ സംഭവങ്ങളും പഠിക്കുക. പിന്നെ അതിൽ നിന്ന് അത് പഠിച്ചോളൂ. പിന്നെ മറ്റേതെന്ന് ഇലാസ്റ്റിസിറ്റി ഇതില്ലേ, സപ്ലൈന്ന് ഏതാ പഠിക്കണ്ടേ? ഇത് പഠിച്ചോ, സപ്ലൈ ഇലാസ്റ്റിസിറ്റി വേണ്ടേ? ഇത് വേണോ? ഇക്വിലിബ്രിയം പ്രൈസ് നമ്മൾ പറഞ്ഞു അല്ലേ. എന്തായാലും ഇത് പഠിച്ചത് എന്തായാലും പഠിക്കണമല്ലോ, എക്സാമിന് പഠിക്കണമല്ലോ. അപ്പൊ ഇതില് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി സപ്ലൈയില് പഠിക്കേണ്ടത് പറഞ്ഞുതരാം. ഇതൊരു ഈ പോർഷൻ പഠിക്കാം, ടൈപ്സ് ഓഫ് സപ്ലൈ ഇലാസ്റ്റിസിറ്റി. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അതല്ലേ, അത് മറ്റേ ഡിമാൻഡിലും ഉണ്ട്. പക്ഷെ നിങ്ങൾ അത് ഡിമാൻഡിന്ന് ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുക, ഇതില് ടൈപ്സ് ഓഫ് സപ്ലൈ ഇലാസ്റ്റിസിറ്റി പഠിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പ്രോബ്ലം പഠിക്കുക. ഓക്കെ, ദെൻ ഇതിൽ പഠിക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതൊന്ന് പഠിച്ചു വെച്ചോ. ഇതിൽ ഏതാ പഠിക്കാൻ പറ്റുക? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക്, ഈ 3 പഠിക്കണേ. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. പിന്നെ ഇൻഫ്ലേഷൻ എന്ന് ഏതാ പഠിക്കാൻ പറ്റുക? ഇൻഫ്ലേഷൻ
ഇൻഫ്ലേഷൻ എല്ലാം ഇതൊക്കെ മെത്തേഡ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ഇല്ലേ, അതൊന്ന് പഠിച്ചോളൂ. ഇത്രയും പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് വരിക കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും മതി. അപ്പൊ ശരി, നമുക്ക് ക്ലാസ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പേ ബാക്ക് പീരീഡ് അത് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ, ശരി.